ഹലോ, നമ്മളിന്ന് ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ട് ഒരു ഹെയർ ബോ ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി 2 പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊരു 10 സെൻറ്റിമീറ്റർ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 8 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇത് ഞാൻ അളന്ന് കട്ട് ചെയ്തതൊന്നും അല്ല, ജസ്റ്റ് നിങ്ങളെ എത്ര ഉണ്ടെന്ന് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പീസ് വന്നിട്ട് 8 സെൻറ്റിമീറ്ററും പിന്നെ ഒരു 6 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ വരുന്നത്. ഇത് ഞാൻ പിന്നീട് കട്ട് ചെയ്ത് അതിൻ്റെ മെഷർമെൻറ്റൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളത് ഇത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെൻസിലൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ബോ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മളിത് ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്കെയിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് 1/2 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 1/2 സെൻറ്റിമീറ്റർ, ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ചെയ്തതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സെൻറ്ററിൽ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സെൻറ്റർ ഒന്ന് ജസ്റ്റ് അറിയുന്നതിന് വേണ്ടി ഫുൾ ലെങ്തിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇതിന് സ്കെയിൽ ചെയ്യുന്ന ആവശ്യമുണ്ടൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു വശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വശത്ത് നമ്മൾ വരച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് സെയിം ആയിട്ട് കിട്ടും. എന്നിട്ട് ആ വരച്ച വശം തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങോട്ടാണ് മടക്കേണ്ടതെന്ന്. എന്നിട്ട് സിസർ എടുത്തിട്ട് നമ്മളതിൻ്റെ സെൻറ്റർ വരെ ആ വരച്ച ഭാഗത്തു കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സെൻറ്റർ വരെ മാത്രമേ കട്ട് ചെയ്യാവൂ. അപ്പോൾ സെൻറ്റർ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുവരെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വശം കണ്ടോ ഒരുപോലെ കിട്ടി. എന്നിട്ട് അതിനെ ഇങ്ങോട്ട് മടക്കുക. സെൻറ്റർ വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ സിസർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സെയിം ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി വലിപ്പം കൂടിപ്പോയി. അങ്ങനെ ഇതിൽ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കണം കേട്ടോ. 4 വശവും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ വീതിയുള്ള ഭാഗത്ത് കൂടുതൽ ഞൊറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ എൻഡെന്ന് പറയുന്നത് പുറകിലോട്ട് തന്നെ വരണം. അതാണ് കൂടുതൽ ഭംഗിയായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഞൊറിവ് ഇട്ടിട്ട് ഇതുപോലെ എടുക്കണം. 2 എൻഡും ഇതുപോലെ പുറകിലോട്ട് തന്നെ വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ബോ, അതിലേക്ക് ഇതിനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഗ്ലൂവിനേക്കാളും കൂടുതൽ നല്ലത് ഏതെങ്കിലും ചെറിയൊരു നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ കമ്പി എന്തെങ്കിലും വെച്ചിട്ടോ കെട്ടിയെടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇതിൽ ഒരു 0.4 mm ഒരു കമ്പി എടുത്തിട്ട് ഏത് ആയാലും കുഴപ്പമില്ല, നമുക്കിത് വരിഞ്ഞ് മുറുക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അടിയിൽ വെച്ചിട്ടുള്ള ആ ഒരു ബോ വലിപ്പം കൂടുതലാണെന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് അതിനൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഷേപ്പൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളെല്ലാം ചെയ്താണല്ലോ പഠിക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഒന്ന് ഷേപ്പ് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ലെയർ വെച്ച് ചെയ്യാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ ഷേപ്പൊക്കെ മാറ്റി വന്നപ്പോഴത്തേക്കും ഒരു ലെയറും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനേക്കാളും ഒരല്പം കൂടെ വലിപ്പത്തിൽ വരാൻ കണക്കാക്കി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് അതും ഇതിന് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കമ്പി വെച്ച് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൽ. ഇനി അടുത്ത് നമ്മൾ ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലൊരു ഫ്ലവർ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ ഞാൻ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയൊരു ഫോം ഷീറ്റിലുണ്ടാക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചെടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും റൗണ്ട് വരയ്ക്കാം, എന്ത് വെച്ച് വേണമെങ്കിലും റൗണ്ട് വരയ്ക്കാം. എന്നിട്ട് ആ ഒരു റൗണ്ടിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോം ഷീറ്റ് എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫോം ഷീറ്റാണ്. നമ്മുടെ കയ്യിലൊക്കെ ആവും. വളരെ ക്വാളിറ്റി കുറഞ്ഞ് ലോ ഗ്രേഡ് ആയിട്ടുള്ള അതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഫോം ഷീറ്റാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. എളുപ്പമാണ്. എന്നിട്ട് ഈ എൻഡ് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ലാസ്റ്റ് വരെ കൊണ്ടുവരാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവർ റെഡിയാവും കേട്ടോ. ഇങ്ങനെയാണ് നോർമലി നമ്മൾ റോസ് ഫ്ലവറൊക്കെ ജസ്റ്റ് പെട്ടെന്ന് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ചുറ്റി പിടിക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവർ റെഡിയാവും. പിന്നെ ഈ ഫ്ലവറിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു സംഭവം ഇല്ലേ, അതിന് വേണ്ടി ഞാൻ ഈ ഒരു സിസറാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇത് നമ്മുടെ ഇങ്ങനെ സിക്സാഗ് അല്ലല്ലോ, ഈ ഒരു ഷേപ്പിൽ വരുന്ന സിസറാണ്. ഇങ്ങനത്തെ സിസേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പല ഷേപ്സിലും കിട്ടും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അരികൊക്കെ ഇതുപോലെ ആവും. അങ്ങനെയാണ് ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്ന് ഒട്ടട്ടെ,
കുറച്ച് നേരം ഇരുന്ന് അത് ഒട്ടിയതിന് ശേഷം നമുക്കത് ബോയിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ബോ റെഡിയാക്കാം. ബോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു വിട്ടിൽ, അതായത് നമ്മുടെ ബോയിൻ്റെ അതിനേക്കാളും ഒരല്പം കൂടെ വിട്ടിൽ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ പുറകിലോട്ട് മടക്കി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു അലിഗേറ്റർ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 2 പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഉണങ്ങുന്ന വരെ ആ ഒരു അലിഗേറ്റർ അവിടെ തന്നെ വെച്ചിരിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു ബോയിൻ്റെ ഒരു സൈഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫ്ലവറിൻ്റെ ഒരു സംഭവമില്ലേ, അതിന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഗ്ലൂ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കമ്പി കൂടെ വെച്ച് ചുറ്റി കൊടുക്കുമ്പോഴത്തേക്കും അത് കൂടുതൽ സെക്യൂർ ആയിട്ട് ഇരുന്നോളും കേട്ടോ. കുട്ടികളൊന്നും വലിച്ചാൽ അത് പെട്ടെന്നൊന്നും പോരത്തില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് അതിന് ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ വലിച്ചും കെടുക്കും. അത്രയ്ക്കുള്ളതേ ഉള്ളൂ അതിന്. ഓക്കെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും അങ്ങനെ തന്നെ. എന്നിട്ട് ഇതുപോലെ കമ്പി വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഫുള്ളായിട്ടൊന്ന് സെക്യൂറായിട്ട് ഇരുന്നോളും. ഗ്ലൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇളകത്തില്ല. കമ്പിയും കൂടെ ആകുമ്പോഴത്തേക്കും വളരെ നന്നായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആ ഒരു കമ്പിയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, അവിടെ ഞാൻ ഒന്നുകിൽ നമുക്ക് ക്യാൻവാസ് ഷീറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ തന്നെ ഒരു കട്ട് പീസ് ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. ആ ഒരു കട്ട് പീസ് എടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറകിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ പുറകിൽ വെച്ചിട്ട് നമ്മളൊരു കുറച്ച് സമയം, കുറച്ചെന്ന് വെച്ചാൽ ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമേ അങ്ങനെ ഒട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസ് ഷീറ്റോ അല്ലെങ്കിൽ റോളോ ഫെൽറ്റ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വീതിയുള്ള ഒരു ഗോൾഡ് ബോയാണ്. ഗോൾഡോ സിൽവറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പ്ലെയിൻ ആണെങ്കിൽ നല്ലത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബട്ടർഫ്ലൈയും കൂടെ അറ്റാച്ച് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ കയ്യിലുള്ളൊരു സ്റ്റോൺ ബട്ടർഫ്ലൈ എടുത്തിട്ട് അതിൻ്റെ പുറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിനൊരു സൈഡിലായിട്ട് ഇങ്ങനെ ചെരിച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ഡ്രസ്സിന് മാച്ചായിട്ട് വേറെ കളേഴ്സ് ഒന്നുമില്ല, വൈറ്റ് സ്റ്റോൺ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തത്. ഓക്കെ, ഇല്ലായിരുന്നെങ്കിൽ ലീവ്സൊക്കെ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാമായിരുന്നു. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഒരു കസ്റ്റമർ തന്ന വർക്കാണ്, അവർക്ക് ഈ ഒരു സെയിം കളർ തന്നെ വേണമായിരുന്നു. അപ്പോൾ ഇതിൽ വേറെ കളേഴ്സ് ഫ്ലവേഴ്സ് ഒന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് എൻഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാം. എൻഡ് ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് സെക്യൂറായിട്ട് ഇരുന്നോളും. എൻഡ് ടേപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 വശവും എൻഡ് ടേപ്പ് വെച്ചിട്ട് ചുറ്റി എടുത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? നല്ല രസമല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തേക്കാം കേട്ടോ. താങ്ക്